The final step is job completion. When the job tracker receives a notification that the last task for the job is complete, it changes the status for the job to successful. Job tracker-ന് ഏറ്റവും ലാസ്റ്റത്തെ ജോബ് കംപ്ലീറ്റ് ആയി എന്നുള്ള നോട്ടിഫിക്കേഷൻ റിസീവ് ചെയ്ത് കഴിയുമ്പോൾ എവിടെ നിന്ന് ഓരോ ടാസ്ക് ട്രാക്കറിൽ നിന്നും ഓരോ ഹേർട്ട് ബീറ്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഇൻ്റർവെല്ലിൽ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഇൻ്റർവെല്ലിൽ ഒരു നോട്ടിഫിക്കേഷൻസ് അവർക്ക് ജോബ് ട്രാക്കറിലേക്ക് റിസീവ് ചെയ്യുകയാണ് ഫൈനൽ ജോബ് കംപ്ലീറ്റ് ആയി എന്നുള്ളത്. അപ്പം ഈ സബ്മിറ്റ് ചെയ്ത ജോബിൻ്റെ സ്റ്റാറ്റസ് ഇപ്പോൾ എന്തായിരിക്കും? സക്സസ്ഫുൾ എന്ന് ആകും. ദെൻ വെൻ ദി ജോബ് ക്ലയൻറ്റ് പോൾസ് ഫോർ സ്റ്റാറ്റസ് ഇറ്റ് ലേൺ ദാറ്റ് ദി ജോബ് ഹാസ് കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി, സോ ഇറ്റ് പ്രിൻറ്റ് എ മെസ്സേജ് ടു ടെൽ ദി യൂസർ ആൻഡ് ദെൻ റിട്ടേൺ ഫ്രം ദി റൺ ജോബ് ഓഫ് മെത്തേഡ്. എന്നിട്ട് എന്താ ചെയ്യുക? ജോബ് കംപ്ലീഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട് എങ്കിൽ ഒരു മെസ്സേജ് യൂസറിലേക്ക് റിസീവ് ചെയ്യും, യൂസറിലേക്ക് പാസ് ചെയ്യുന്നു. എന്നിട്ട് ദെൻ റിട്ടേൺ ഫ്രം ദി ജോബ് റൺ ഓഫ് മെത്തേഡ്. ജോബ് റൺ ഓഫ് മെത്തേഡ് വഴിയാണ് ആദ്യമേ നമ്മൾ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തതെന്ന് ഓർക്കുക. അപ്പം ഈ ജോബ് റൺ ഓഫ് മെത്തേഡ് വഴി യൂസറിലേക്ക് ഒരു മെസ്സേജ് എത്തും, ജോബ് കംപ്ലീഷൻ സക്സസ്ഫുൾ ആയി എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ഫിഗറിൽ നമുക്ക് കാണാൻ പറ്റും മാപ്പ് റെഡ്യൂസ് പ്രോഗ്രാം. ആദ്യമേ നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തതുപോലെ ഈ ഫിഗറിൽ നോക്കുക, മാപ്പ് റെഡ്യൂസ് പ്രോഗ്രാം റൺ ജോബ് ഓഫ് മെത്തേഡ് വഴിയാണ് ജോബ് ക്ലയൻറ്റിലേക്ക് ജോബ് സബ്മിറ്റ് ചെയ്തത്. ആ ജോബ് സബ്മിഷൻ, ആ ജോബിൻ്റെ ഒരു കോപ്പി എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും? ഷെയർഡ് ഫയൽ സിസ്റ്റത്തിൻ്റെ HDFS, അതാണ് HDFS എന്ന് പറയുന്നത്, അതിലേക്ക് മൂവ് ചെയ്യുകയും കൂടാതെ വേണ്ട റിസോഴ്സുകളുടെ ഇൻഫർമേഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുകയും ചെയ്യുന്നു. ദെൻ ജോബ് ക്ലയൻറ്റ് സബ്മിറ്റ് ജോബ് ഓഫ് മെത്തേഡിനെ കോൾ ചെയ്യുന്നത് വഴി ജോബ് ട്രാക്കർ വഴി ഒരു പുതിയ പ്രോസസ് ID റിക്വസ്റ്റ് ചെയ്യുന്നു. ദെൻ എന്താ ചെയ്യുക? ജോബ് ട്രാക്കറിൽ HDFSൽ നിന്നും ഈ സബ്മിറ്റ് ചെയ്ത ജോബ്സിൻ്റെ ഫുൾ ഇൻഫർമേഷൻസ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത് ഒരു ജാർ ഫയലായിട്ടാണ്, അതൊരു സിഫ് ഫോർമാറ്റാണ്, സിഫ് ഫയലാണ്. ഓക്കെ, ദെൻ ഇതിൽ കീപ്പ് ചെയ്തിരിക്കുന്ന ഇൻഫർമേഷൻസ് ജോബ് ട്രാക്കറിന് കിട്ടുകയും അതുവഴി ജോബ് ഇനിഷ്യലൈസ് ചെയ്യുകയും കൂടാതെ HDFSൽ നിന്നും ഇൻപുട്ട് സ്പ്ലിറ്റപ്പ് ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യുകയും ചെയ്യുന്നു. ദെൻ എന്താ ചെയ്യുക? ജോബ് ട്രാക്കർ ഓരോ ജോബ്സ് ടാസ്ക് ട്രാക്കറിലേക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. കൂടാതെ ടാസ്ക് ട്രാക്കർ ഈ HDFSൽ നിന്നും കറസ്പോണ്ടിങ് ജാർ ഫയൽസിൻ്റെ ഒരു കോപ്പി ടാസ്ക് ട്രാക്കറിൻ്റെ അകത്ത് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്ത് അതിലേക്ക് അസൈൻ ചെയ്ത് വെക്കുന്നു. കൂടാതെ ഈ ടാസ്ക് ട്രാക്കർ ജാവ വെർച്വൽ മിഷൻ എന്ന് പറയുന്ന ഒരു ജാവ കോൺഫിഗ് ഫയലിൽ നിന്നും ജാവ വെർച്വൽ മിഷനെ ലോഞ്ച് ചെയ്യും. എന്തിനാണെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് സെപ്പറേറ്റ് ജോബിനെ സ്പ്ലിറ്റപ്പ് ചെയ്ത് മാപ്പ് ടാസ്കും റെഡ്യൂസ് ടാസ്കും നടക്കുന്നു. ആ റെഡ്യൂസ് ടാസ്കും മാപ്പ് ടാസ്കും പെർഫോം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്തുള്ള, അതായത് ടാസ്ക് ട്രാക്കറിനെ അത് കംപ്ലീറ്റ് ആയിട്ട് അഫക്റ്റ് ചെയ്യരുത്. എന്ന് വെച്ചാൽ ഏതെങ്കിലും എറർ ഒക്കർ ചെയ്യുകയോ അല്ലെങ്കിൽ ഹാങ് ആയി പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ടാസ്ക് ട്രാക്കറിലുള്ള ഇൻഫർമേഷൻസ് ലോസ് ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് ഈ ജാവ വെർച്വൽ മിഷൻ കൺട്രോളിൽ ഈ മാപ്പ് ടാസ്കും റെഡ്യൂസ് ടാസ്കും നടക്കുന്നത്. കൂടാതെ ഇവർ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഹേർട്ട് ബീറ്റ് ജോബ് ട്രാക്കറിലേക്ക് കിട്ടുകയും ജോബ് ട്രാക്കറിൽ കിട്ടുന്നത് വഴി കറണ്ട് ടാസ്ക് ട്രാക്കറിൻ്റെ സിസ്റ്റത്തിൻ്റെ ഇപ്പോഴത്തെ പൊസിഷൻസ് അവർക്ക് അറിയാൻ സാധിക്കുകയും ചെയ്യുന്നു. ദെൻ ടാസ്ക് ട്രാക്കർ ഫൈനൽ ജോബ് സബ്മിഷൻ ആകുന്ന സമയത്ത് ജോബ് ട്രാക്കറിലേക്ക് ഇൻഫർമേഷൻ കൊടുക്കുകയും ജോബ് റിക്വസ്റ്റ് ചെയ്ത ക്ലയൻറ്റിൻ്റെ സ്റ്റാറ്റസ് സബ്മിറ്റ് കംപ്ലീറ്റ് എന്നാക്കുകയും ചെയ്യുന്നു, സക്സസ്ഫുൾ എന്നാക്കുകയും ചെയ്യുന്നു. ത്രൂ എങ്ങനെ? സബ്മിറ്റ് ജോബ് ഓഫ് മെത്തേഡ്, റൺ ജോബ് വഴിയാണ് ഈ ക്ലയൻറ്റ് ഈ റിക്വസ്റ്റ് സബ്മിറ്റ് ചെയ്തത്. ആ മെത്തേഡ് വഴി ഈ ജോബ് ട്രാക്കർ ക്ലയൻറ്റിന് ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു, നിങ്ങളുടെ ജോബ് സക്സസ്ഫുൾ ആയി കംപ്ലീറ്റ് ആയി എന്നുള്ള ഒരു മെസ്സേജ് പാസ് ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഫിഗറിൽ നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ മാപ്പ് റെഡ്യൂസ് പ്രോഗ്രാമാണ്. ദെൻ ജോബ് ക്ലയൻറ്റ് എന്താ ചെയ്യുക? റൺ ജോബ് ഓഫ് മെത്തേഡ്. റൺ ജോബ് ഓഫ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഗെറ്റ് ജോബിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് റൺ ജോബ് ഓഫ് മെത്തേഡ്. അതുവഴി എങ്ങോട്ടേക്ക്? ക്ലയൻറ്റ് ജോബ് ട്രാക്കറിലേക്ക് മൂവ് ചെയ്യുന്നു. ജോബ് ട്രാക്കറിൽ നിന്നും ഇത് നമ്മുടെ മുമ്പേ കണ്ട ഫിഗറിൻ്റെ അതേ ഇത് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതേ എക്സ്പ്ലനേഷൻ തന്നെയാണ് ഇതിലും വരിക. ഇതിൽ അവർ കാണിച്ചിരിക്കുന്നത് ജസ്റ്റ് മെയിൻ മെത്തേഡ്സുകൾ, ജസ്റ്റ് ക്ലാസ്സുകൾ മാത്രമാണ്. ഗെറ്റ് ജോബ് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ് റൺ ജോബ് ഓഫ് എന്ന് പറയുന്നത്. ഗെറ്റ് ജോബ് സ്റ്റാറ്റസ് ഓഫ് മെത്തേഡ്സിൻ്റെ ഒരു ഇൻസ്റ്റൻസ് ആണ്. ഇൻസ്റ്റൻസ് വഴിയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? പ്രോസസ്സിൻ്റെ ID കിട്ടുക. ഓക്കെ, ദെൻ ഇവിടെ കണ്ടിന്യൂസ് ഹേർട്ട് ബീറ്റ് ടാസ്ക് ട്രാക്കറിൽ നിന്നും കിട്ടുന്നു. ജാവ വെർച്വൽ മിഷൻ ഉണ്ട്. ദെൻ ജോബ് മാപ്പ് ടാസ്കും റെഡ്യൂസ് ടാസ്കും ഉണ്ട്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്രോഗ്രസ് ഇൻഫർമേഷൻ
ഇൻഫർമേഷൻസ് ജോബ് ട്രാക്കറിലേക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ദെൻ ഷെയർഡ് ഫയൽ സിസ്റ്റം ഉണ്ട്. ഷെയർഡ് ഫയൽ സിസ്റ്റമാണ് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടഡ് ഫയൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതിൽ നിന്നും ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇതാണ് അനാറ്റമി ഓഫ് എ മാപ്പ് റെഡ്യൂസ് റൺ എന്ന് പറയുന്നത്. ഇതൊരു എസ്സേ ആയിട്ടായിരിക്കും നമുക്ക് വരിക. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത് നീറ്റായിട്ട് തന്നെ പഠിക്കുക. ഈ ഫിഗർ വെച്ച് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അത് നിങ്ങൾ ഈ ഫിഗർ നന്നായി മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫിഗർ വെച്ച് തന്നെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. മെയിൻ മെത്തേഡ്സുകൾ മറന്നു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. റൺ ജോബ്, സബ്മിറ്റ് ജോബ് എന്നുള്ള കാര്യങ്ങൾ മറന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദെൻ ഹേർട്ട് ബീറ്റ് റെപ്രസെൻറ്റേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവഴിയാണ് ജോബ് ട്രാക്കറിന് ടാസ്ക് ട്രാക്കറിൻ്റെ ഇൻഫർമേഷൻസ് കിട്ടിക്കൊണ്ടിരിക്കുക. ഓക്കെ, അപ്പം ഇത് എസ്സേ ആയിട്ട് എഴുതാൻ തക്കവണ്ണം നല്ല രീതിയിൽ പഠിക്കണം. ഓക്കെ, താങ്ക് യു.